ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സർവവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം സർവസിദ്ധിപ്രദാതാരം വന്ദേഹം ഗണനായകം. സരസ്വതീ നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സരസ്വതീ നമസ്തുഭ്യം വരദേ പത്മജപ്രിയേ സർവവിദ്യാപ്രദാനേന വാണി മാം പരിപാലയ. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. സൃഷ്ടിസ്ഥിതിവിനാശാനാ ശക്തിബോധേ സനാതനെ ഗുണാശ്രയേ ഗുണമയേ നാരായണി നമോസ്തുതേ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണയേതാരം പ്രണതോസ്മി സദാശിവം. സശങ്കചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹേഷണം സഹാരവക്ഷസ്ഥലകൗസ്തുഭശ്രീയം നമാമി വിഷ്ണും ശിരസ ചതുർഭുജം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. എത്ര എത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലി ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. സ്കന്ദായ കാർത്തികേയായ പാർവതീനന്ദനായ മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. ലോകപൂജ്യം മഹാവീര്യം സർവരക്ഷാകരം വിഭം പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീരാമചന്ദ്രായ തേ നമഃ. വാനരസേനയും കണ്ടകമേ ബാഹുമാനവും കൈക്കൊണ്ടിരിക്കുന്ന ശാന്തരെ യുദ്ധത്തിനായി രജനേചര വീരരെ സത്വരം തത്ര വരുത്തി വാഴും വിധോ രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോട് വിൽവാങ്ങിനാൻ 10 കിരീടവും കൈകൾ20 വൃത്രനോടൊത്ത ശരീരവും ശൗര്യവും 10 കിരീടവും കുടയും നിമിഷാർത്ഥേന ഖണ്ഡിച്ച നേരത്തു രാവണൻ നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ട് ബാണത്തെ നോക്കി ചരിചേടിനൻ. മുഖ്യ പ്രഹസ്ത പ്രമുഖ പ്രവരന്മാർ ഒക്കവേ വന്നു തൊഴുതോരനന്തരം യുദ്ധമേറ്റിടുവൻ കോട്ടയിൽ പൊക്കുടൻ അത്യന്ത ഭീത്യാവസിക്കയില്ലത്ര നാം. ഭേരി മൃദംഗടക്കാപണവാനകദാരുണ ഗോമുഖാദ്യങ്ങൾ വാദ്യങ്ങളും വാരണാശോഷ്ടഖര ഹരിശാർദൂല സൈരിഭ സ്യന്തന മുഖ്യയാനങ്ങളിൽ ഖഡ്ഗശൂലേഷു ചാപപ്രാസതോമര മുദ്ഗരയിഷ്ടേ ശക്തേ ചുരികാദികൾ ഹസ്തേ ധരിച്ചുകൊണ്ടസ്തഭീത്യാജപം യുദ്ധസന്നദ്ധരായ യുദ്ധത ബുദ്ധിയോട് അബ്ദികളദ്രേകൾ ഉർവിയും തൽക്ഷണം ഉദ്ദൂതമായിതു സത്യലോകത്തോളം. വജ്രഹസ്താശയിൽ പൊക്കാൻ പ്രഹസ്തനും വജ്രദംഷ്ട്രം തഥാ ദക്ഷിണദിക്കിലും ദുശ്യവനാരിയാം മേഘനാഥൻ തഥാ പശ്ചിമഗോപുരദ്വാരി പൊക്കീടിനൻ. മിത്രവർഗമാദ്യ ഭൃത്യജനത്തോടും ഉത്തരദ്വാരി പൊക്കാൻ ദശവക്ത്രനും നീലനും സേനനും പൂർവദിഗ്ഗോപുരെ ബാലീതനയനും ദക്ഷിണഗോപുരെ വായുതനയനും പശ്ചിമഗോപുരെ മായാമനുഷ്യനും ആദിനാരായണൻ മിത്രതനയ സൗമിത്രി വിഭീഷണം ഇത്ര സംയുക്തനായ ഉത്തരദിക്കിലും യുദ്ധമുറപ്പിച്ചു രാവണ യുദ്ധം പ്രവർത്തമായി വന്നു വിചിത്രമായി 1000 കോടി മഹാകോടികളോടും 1000 അർബുദമായിരം ശംഖങ്ങൾ 1000 പുഷ്പങ്ങൾ 1000 കൽപ്പങ്ങൾ 1000 ലക്ഷങ്ങൾ 1000 ദണ്ഡങ്ങൾ 1000 തൂളികൾ 1000 തോയാകരപ്രളയങ്ങൾ എന്നിങ്ങനെ സൗഖ്യങ്ങളോട് കലർന്ന കവിവനം. തോയാകരപ്രളയങ്ങൾ എന്നിങ്ങനെ സംഖ്യകളോട് കലർന്ന കവിബലം ലങ്കാപുരത്തെ വളഞ്ഞാരതിദ്രുതം
പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരകം കൊണ്ടും ഉർവീതരം കൊണ്ടും സർവ്വതോലങ്കാപുരം തകർത്തിടിനാൻ. കോട്ടമതിലം കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാർത്ത് പിടിച്ചെടുക്കും നേരം വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കുകയും വെട്ടുകൊണ്ടറ്റു പിളർന്നു കിടക്കുകയും അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർത്ഥചന്ദ്രാകാരമായുള്ള പത്രികൾ ഖഡ്ഗങ്ങൾ ശൂലങ്ങൾ കുന്തങ്ങൾ ഇട്ടികൾ മുൾഗരപംക്തികൾ ദിണ്ടിപാലങ്ങളും തോമരദണ്ഡ മുസലങ്ങൾ മുഷ്ടികൾ ചാമീകരപ്രഭ പൂണ്ട ശതഗ്നികൾ ഉഗ്രങ്ങളായ വജ്രങ്ങളിവ കൊണ്ട് നിഗ്രഹിച്ചിടനാൻ നക്തഞ്ചരേന്ദ്രനും. ആർത്തി മുഴുത്തു ദശാസ്യനവസ്ഥകൾ പേർത്തും അറിവതിനായി അയച്ചിടനാൻ ശാർദൂലനാദിയാം രാത്രിഞ്ചരന്മാരെ. രാത്രിയിൽ ചെന്നാരവരും കവികളായി മർക്കടേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചടിച്ചുൾക്കടരോഷേണ കൊൽവാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടു രാഘവനും കരുണാർദ്രബുദ്ധിയാ കൊടുത്താൻ അഭയം ദ്രുതം. ചെന്നവരും ശുഖസാരണരെ പോലെ ചൊന്നതു കേട്ട് വിഷാദേന രാവണൻ മന്ത്രിച്ചുടൻ വിദ്യുജ്ജിഹ്വനുമായി ദശകന്ധരൻ മൈഥിലി വാഴുമിടം പുക്കാൻ രാമശിരസ്സും ധനുസ്സുമിതെന്നുടൽ വാമാഷി മുന്നിലം മാറുവെച്ചിടിനാൻ. ആയോധനെ കൊന്നുകൊണ്ടുപോന്നേനെന്ന് മായയാ നിർമ്മിച്ചു വെച്ചത് കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോഹിച്ചു. മുക്താങ്കി വീണ് കിടക്കുന്ന ശാന്തരെ വന്നൊരു ദൂതൻ വിരവോട് രാവണൻ തന്നെയും കൊണ്ടുപോന്നിടിനാൻ. അന്നേരം വൈദേഹി തന്നോട് ചെന്നാൾ സരമയും ഖേദം അശേഷം അകലക്കളകനി എല്ലാം ചതിയെന്നു തേറിയിതൊക്കവേ നല്ലവണ്ണം വരും 4 നാളുള്ളിൽ ഇല്ലൊരു സംശയം കല്യാണദേവതേ. വല്ലഭൻ കൊള്ളുന്ന ശാസനെ നിർണയം ഇത്തം സരമാസരസവാക്യം കേട്ട് ചിത്തം തെളിഞ്ഞിരുന്നിടിനാൻ സീതയും. മംഗലദേവത വല്ലഭാജ്ഞാവശാൽ അങ്കദൻ രാവണൻ തന്നോട് ചൊല്ലിനാൻ. ഒന്നുകിൽ സീതയെ കൊണ്ടുവന്ന് എന്നുടെ മുന്നിലമ്മാറു വെച്ചിടുക വൈകാതെ യുദ്ധത്തിനാശ പുറപ്പെടുകല്ലായെങ്കിൽ അത്തൽ പൂണ്ടുള്ളിൽ അടച്ചങ്ങിരിക്കലും രാക്ഷസസേനയും ലങ്കാനഗരവും രാക്ഷസരാജനാം നിന്നോടുകൂടവേ സംഹരിച്ചിടുവൻ ബാണമേതെന്നുള്ള സിംഹനാദം കേട്ടതില്ലയോ രാവണാം? യാനാദഘോഷവും കേട്ടതില്ലേ ഭവാൻ? നാണം നിനക്കേതുമില്ലയോ മാനസേ? ഇത്തം അധിക്ഷേപ വാക്കുകൾ കേട്ടത് വൃദ്ധനായ ഒരു രാത്രിഞ്ചരവീരനും വൃത്രാരപുത്രതനേനെ കൊൽകന്ന് നക്തഞ്ചരാധിപന്മാരോട് ചൊല്ലിനാൻ. ചെന്ന് പിടിച്ചാർന്ന് ശാചരവീരരം കൊന്നു ചുഴറ്റിയെറിഞ്ഞാൻ കവീന്ദ്രനും. പിന്നെ ആ പ്രാസാദവും തകർന്നിടിനാൻ. ഒന്ന് കുതിച്ചങ്ങുയർന്നു വേഗേന പോയി മന്നവൻ തന്നെ തൊഴുതു വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ ഉണർത്തിനാനങ്കതൻ. പിന്നെ സുഷേണൻ കുമുദൻ നളൻ ഗജൻ ധന്യൻ ഗവയൻ ഗവാഷൻ മരുൾസുതൻ എന്നിവരാദിയാം വാനരവീരന്മാർ ചെന്ന് ചുഴന്നു കിടങ്ങും നിരത്തിനാർ. കല്ലും മലയും മരവും ധരിച്ചാസു നില്ലെന്ന് പറഞ്ഞടുക്കും നേരം ബാണജാപങ്ങളും വാളും പരിചയും പ്രാണഭയം വരും വെൺമുഴു കുന്തവും ദണ്ഡങ്ങളും മുസലങ്ങൾ ഗതകളും ദിണ്ടിപാലങ്ങളും മുൽഗരജാലവും ചക്രങ്ങളും പരിഖങ്ങളും ഈട്ടികൾ ശുക്രഗജങ്ങളും മറ്റും ഇത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ടായോധനത്തിനടുത്താരക്കരക്കരും വാരണനാദവും വാജികൾ നാദവും തേരുകൾ നാദവും ഞാണൊലീനാദവും രാക്ഷസരാർക്കയും സിംഹനാദങ്ങളും രൂക്ഷതയേറും കവികൾ നിനാദവും തിങ്ങി മുഴുങ്ങി പുഴുങ്ങി പ്രപഞ്ചവും എങ്ങുമിടതോർന്നു മാറ്റൊലിക്കൊണ്ടുതേ ജംബാരി മുമ്പാം നിലിംബനും കിന്നര കിംപുരുഷോരഗുഹ്യക സംഘവും ഗന്ധർവസിദ്ധ വിദ്യാധരചാരണാദ്യന്തരീക്ഷാന്തരെ സഞ്ചരിക്കും ജനം. നാരദനാദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിൽ ആരൂഹ്യ പുഷ്കരാന്തേ നിറഞ്ഞിടിനാൻ. തുങ്കനാം ഇന്ദ്രജിത്തേറ്റാൻ അതു നേരം അങ്കദൻ തന്നോടതിന്നു കവീന്ദ്രനും സൂതനെ കൊന്നു തീരം തകർത്താൻ മേഘനാഥനും മറ്റൊരു തേരിലേറിയിടിനാൻ. മാരുതി തന്നെ മേൽ കൊണ്ട് ചാട്ടിയിടിനാൻ ധീരനാകും ജംബുവാലി നിശാചരൻ സാരഥി തന്നോട് കൂടവേ. മാരുതി തേരും
തീർത്തവനെ കൊന്നലറിനാൻ. മിത്രതനയൻ പ്രഹസ്തനോടേറ്റിതു മിത്രാരിയോട് വിഭീഷണ വീരനും. നീലൻ നികുംഭനോടേറ്റാൽ തവനൻ കാലപുരത്തിനയച്ചാൻ. മഹാഗജൻ ലക്ഷ്മണനേറ്റാൻ വിരൂപാക്ഷനോടഥ ലക്ഷ്മീപതിയാൻ രഘുത്തമൻ തന്നോടും. രക്ഷധ്വജാഗ്നിധ്വജാദികൾ 10 പേർ തൽക്ഷണേ പോർ ചെയ്തു പൂക്കാസുരാലയം. വാനരന്മാർക്കു ജയം വന്നിതന്നേരം ഭാനുവും വാരിധി തന്നിൽ വീണിടിനാൻ. ഇന്ദ്രാത്മജാത്മജനോടേറ്റു തോറ്റുപോം ഇന്ദ്രജിത്തമ്പരാന്തേ മറഞ്ഞിടിനാൻ. നാഗാസ്ത്രമെയ്തു മോഹിപ്പിച്ചത് ബദരാഘവന്മാരെയും വാനരന്മാരെയും വന്ന കവികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേനിതെന്നവൻ വെന്നിപ്പെരുമ്പറ കൊട്ടിച്ചു മേളിച്ചു ചെന്ന് ലങ്കാപുരം തന്നിൽ മേവീടിനാൻ. താപസവൃന്ദവും ദേവസമൂഹവും താപം കളഞ്ഞ വിഭീഷണ വീരനും ആഹാവിഷാദേന ദുഃഖവിഷണ്ണരായി മോഹിതന്മാരായി മരവും ദശാന്തരെ. സപ്തദീപങ്ങളും സപ്താർണവങ്ങളും സപ്തജാലങ്ങളും ഉൾക്ഷോഭമാവണ്ണം സപ്താശ്വകോടി തേജോമയനായി സുവർണാദ്രി പോലെ പവനാശനനാശനൻ. അബ്ദിതോയം ദിതാഭിത്വാ സ്വപക്ഷയുഗ്മോദ്ഭൂതലോകത്രയത്തോടതിദ്രുതം. നാഗാരി രാമവധം വണങ്ങിടനാൻ നാഗാസ്ത്രബന്ധനം തീർന്നിതു തൽക്ഷണേ. ശാഖാമൃഗങ്ങളും വസ്ത്രനിർമുക്തരായി ശോകവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാർ. ഭക്തപ്രിയൻ മുതാ പക്ഷിപ്രവരനും ബന്ധ സമ്മോദം അനുഗ്രഹം നൽകിനാൻ. കൂപ്പിത്തൊഴുത് അനുവാദവും കൈക്കൊണ്ട് മേൽപോട്ട് പോയി മറഞ്ഞിടിനാൻ ദാർഷ്യനും. മുന്നേതിലും ബലവീര്യവേഗങ്ങൾ പൂണ്ട ഉന്നതന്മാരാം കവിവരന്മാരെല്ലാം മന്നവൻ തൻ നിയോഗേന മരങ്ങളും ഒന്നും ശിലയും എടുത്തെറിഞ്ഞിടിനാൻ. വന്ന ശത്രുക്കളെ കൊന്നു മമാത്മജ മന്ദിരം പൊക്കിരുന്നതിന് മുന്നമേ വന്നാരവരുമിങ്ങെന്തൊരു വിസ്മയം വന്നു നന്നെത്രയും എന്നേ പറയാവോ. ചെന്നറിഞ്ഞിടുവിനെന്തൊരു ഘോഷമിതെന്ന് ദശാനനൻ ചൊന്നാനന്തരം ചെന്നു ദൂതന്മാരറിഞ്ഞു ദശാനനൻ തന്നോട് ചൊല്ലിനാൻ വൃത്താന്തമൊക്കവേ. വീര്യബലവേഗ വിക്രമം കൈക്കൊണ്ട സൂര്യാത്മജാതികളായ കവികുലം ഹസ്തങ്ങൾ തോറുമലാതെ കൈക്കൊണ്ട് പിന്നിതൻ ഉത്തമാംഗത്തിന്മേൽ നിൽക്കുന്നോർ നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടുകയാണുങ്ങളെങ്കിലെന്നാർത്തു പറകയും കേട്ടതില്ലേ ഭവാൻ എന്നവർ ചൊന്നത് കേട്ടു ദശാസ്യനും കോപേന ചൊല്ലിനാൻ. മാനവന്മാരെയുമേറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിയിടവൻ ധൂമ്രാക്ഷൻ പടയോടുകൂടി വേഗേന യുദ്ധം ജയിച്ചു വരിക നീ. ഇത്തം അനുഗ്രഹം ചെയ്തയച്ചാൻ അതിക്രുദ്ധനാം ധൂമ്രാക്ഷനും നടന്നിടിനാൻ. ഉച്ചൈസ്തരമായ വാദ്യഘോഷത്തോടും പശ്ചിമ ഗോപുരത്തോടെ പുറപ്പെട്ടാൻ. മാരുതിയോടതിർത്താനവനും ചെന്ന് ദാരുണമായ യുദ്ധവും എത്രയും വേലസി വെൺമഴുകുന്തം ശരാസനം ശൂലം മുസലം പരിഖഗതാദികൾ കൈക്കൊണ്ടു വാരണവാജീരഥങ്ങളിൽ ഉൾക്കരുത്തോടേറി രാക്ഷസവീരരും കല്ലും മരവും മലയുമായി പർവ്വതതുല്യ ശരീരികളായ കവികളും തങ്ങളിൽ ഏറ്റുപൊരുതു മരിച്ചിത് ഒട്ടും മഹാവീരരായുള്ളവർ ചോരയുമാറായൊഴുകി പല വഴി ശൂരപ്രവരനാം മാരുതി തൽക്ഷണേ ഉന്നതമായൊരു കുന്നിൻ കൊടുമുടി തന്നെ അടർത്തെടുത്തൊന്നെറിഞ്ഞിടിനാൻ. തേരിൽ നിന്നാശു ഗതയും എടുത്തുടൻ പാരിലം മാരുതവും പ്രാഷനും ചാടിനാൻ. തേരും കുതിരകളും പൊടിയായത് മാരുതിക്കുള്ളിൽ വർദ്ധിച്ചത് കോപവും രാത്രിഞ്ചരരെ ഒടുക്കി തുടങ്ങിനാൻ. ആർത്തി മുഴുത്തത് കണ്ട് ധൂമ്രാക്ഷനും മാരുതിയെ ഗത കൊണ്ടടിച്ചിടിനാൻ. ധീരതയോടതിനാകുലമെന്നിയെ പാരം വളർന്നൊരു കോപവിവശനായി മാരുതി രണ്ടാമതൊന്നെറിഞ്ഞിടിനാൻ. ധൂമ്രാക്ഷനേറുകൊണ്ടുംബർപുരത്തിങ്കൽ അമ്മാറു ചെന്ന് സുഹിച്ചു വാണിയിടിനാൻ. ശേഷിച്ച രാക്ഷസർ കോട്ടയിൽ പൊക്കിത് ഘോഷിച്ചത് അങ്കനമാർ വിലാപങ്ങളും വൃത്താന്തമാഹന്ത കേട്ടു ദശാസ്യനും ചിത്തതാപത്തോട് പിന്നെയും ചൊല്ലിനാൻ. വജ്രാസ്താരിപ്രബലൻ മഹാബലൻ വജ്രദംഷ്ടൻ തന്നെ പോക യുദ്ധത്തിനായി മാനുഷവാനരന്മാരെ ജയിച്ച് അഭിമാനകീർത്തിയ വരികെന്നയച്ചിടിനാൻ. ദക്ഷിണഗോപുരത്തൂടെ പുറപ്പെട്ടു ശക്രാത്മജാത്മജനോട് എതിർത്തിടിനാൻ. ദുർനിമിത്തങ്ങൾ ഉണ്ടായതനാദൃത്യ ചെന്ന് കവികളോടേറ്റു മഹാബലൻ. വൃക്ഷാശിലാശൈല വൃഷ്ടികളേറ്റവും
രക്ഷോപരന്മാർ മരിച്ചു മഹാരണെ. ഖഡ്ഗശാസ്ത്ര ശക്ത്യാദികളേറ്റേറ്റ് മർക്കടന്മാരും മരിച്ച അരസംഖ്യമായി. പത്തംഗയുക്തമായുള്ള പെരുമ്പട നക്തഞ്ചരന്മാർക്ക് നഷ്ടമായി വന്നിതു. രക്തനദികൾ ഒലിപ്പിച്ച് പല വഴി നൃത്തം തുടങ്ങി കബന്ധങ്ങളും ബല താരേയനും വജ്രദംഷ്ടനും തങ്ങളിൽ ഘോരമായ ഏറ്റം പിണങ്ങി നിൽക്കും വിധോ. വാളും പറിച്ചുടൻ വജ്രദംഷ്ടങ്ങളനാളം മുറിച്ചെറിഞ്ഞിടനാനങ്കതൻ. അക്കഥ കേട്ടാശു നക്തഞ്ചരാധിപൻ ഉൾക്കരുത്തേറും അകമ്പനൻ തന്നെയും വൻപടയോടും അയച്ചാനത് നേരം. കമ്പമുണ്ടായതുമേദിനിക്കന്നേരം ദൃശ്യവനാരിപ്രവരൻ അകമ്പനൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാൻ. വായുധനേനോടേറ്റവനും നിജകായം വെടിഞ്ഞുകാലാലയം നേവിനാൻ. മാരുതിയെ സ്തുതിച്ചു മഹാലോകരും പാരം ഭയം പിരുത്തു ദശകണ്ഠനും. സഞ്ചരിച്ചാൻ നിജരാക്ഷസേനയിൽ പഞ്ചത്വയാസ്യനും കണ്ടായതു നേരം. രാമേശ്വരത്തോട് സേതുവിന്മേലും ആ രാമദശാന്തം സുബേലാചലോപരി വാനരസേന പരന്നതും കോട്ടകൾ ഊനമായി വന്നതും കണ്ടോരനന്തരം. ക്ഷിപ്രം പ്രഹസ്തനെ കൊണ്ടുവരികെന്ന് കൽപ്പിച്ച നേരം അവൻ വന്നു കൂപ്പിനാൻ. നീ അറിഞ്ഞില്ലയോ വൃത്താന്തമൊക്കവേ. നായകന്മാർ പടയ്ക്കാരുമില്ലായകയോ ചെല്ലുന്ന രാക്ഷസവീരരെ കൊല്ലുന്നതും കണ്ടിരിക്കയില്ലിങ്ങി നാം. ഞാനോ ഭവാനോ കനിഷ്ഠനോ പോർ ചെയ്തു വാനരന്മാരെ ഒടുക്കുവാൻ. പോകുന്നതാരെന്ന് ചൊൽകെന്ന് കേട്ടവൻ പോകുന്നതിന് ഞാനെന്നു കൈകൂപ്പിനാൻ. തന്നുടെ മന്ത്രികൾ 4 പേരുള്ളവർ ചെന്നു 4 അംഗപ്പടയും വരുത്തിനാൻ. 4 ലങ്കയിലുള്ള പടയ്ക്കെല്ലാം ആലംബനമാം പ്രഹസ്തൻ ഭാരതൻ കുംഭകനും മഹാനാഥനും ദുർമുഖൻ ജമ്പാരി വൈരിയാം വീരൻ സമുന്നതൻ. ഇങ്ങനെയുള്ള ഒരു മന്ത്രികൾ 4 തെങ്ങിന് വൻപടയോടും നടന്നിതു. ദുർനിമിത്തങ്ങളുണ്ടായതു കണ്ടവൻ തന്നകതാരിൽ ഉറച്ചു സന്നദ്ധനായി പൂർവപുരദ്വാരദേശേ പുറപ്പെട്ടു. പാവകപുത്രനോടേറ്റോരനന്തരം മർക്കടന്മാർ ശിലാവൃക്ഷാചലം കൊണ്ട് രക്ഷോഗണത്തെ ഒടുക്കി തുടങ്ങിനാൽ. ചക്ര ഖഡ്ഗപ്രാസശക്തി ശസ്ത്രാസ്ത്രങ്ങൾ മർക്കടന്മാർക്കുമേറ്റൊക്കെ മരിക്കുന്നു. ഹസ്തിവരന്മാരും അശ്വങ്ങളും ചത്തു രക്തം നദികളിലൊക്കെ ഒലിക്കുന്നു. അംഭോജ സംഭവ നന്ദനൻ ജാമ്പവാൻ കുംഭഹനുവിനെയും ദുർമുഖനെയും കൊന്നു മഹാനാഥനെയും സമുന്നതൻ തന്നെയും. പിന്നെ പ്രഹസ്തൻ മഹാരഥൻ നീലനോടേറ്റുടൻ ദ്വന്ദ്വയുദ്ധം ചെയ്തു കാലപുരി ഉക്കിരുന്നരുളിയിടിനാൻ. സേനാപതിയും പടയും മരിച്ചതു മാനിയം രാവണൻ കേട്ട് കോപാന്ധനായി. ആരെയും പോരിനയക്കുന്നതില്ലിനി നേരെ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ. നമ്മോടുകൂടെയുള്ളോർകൾ പോന്നിടുക നമ്മുടെ തേരും വരുത്തുകന്നാനവൻ. വെൺമതി പോലെ ഉടയും പിടിപ്പിച്ചു പൊന്മയമായൊരു തേരിൽ കരേറിനാൻ. ആലവട്ടങ്ങളും വെൺചാമരങ്ങളും നീലത്തഴകളും മുത്തുക്കുടകളും 1000 വാജികളെ കൊണ്ടുപൂട്ടിയ വായുവേഗം പൂണ്ട തേരിൽ കരേറി. മേരു ശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങളാതേയാം ആഭരണങ്ങളും 10 മുഖവും 20 കൈകളും ഹസ്തങ്ങളിൽ ചാപബാണായുധങ്ങളും. നീലാദ്രി പോലെ നിശാചര നായകൻ കോലാഹലത്തോടു കൂടെ പുറപ്പെട്ടാൻ. ലങ്കയിലുള്ള മഹാരഥന്മാരെയും ശങ്കാരഹിതം പുറപ്പെട്ടാരന്നേരം. മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കിത്തിരക്കി വടക്കുഭാഗത്തുള്ള മുഖ്യമാം ഗോപുരത്തൂടെ തിരോധരെ വിക്രമമേറിയ നക്തഞ്ചരന്മാരെയൊക്കെ പുരോഭൂവെ കണ്ടു രഘുവരൻ. മന്ദസ്മിതം ചെയ്തു നേത്രാന്ത സംജ്ഞയാ മന്ദം വിഭീഷണൻ തന്നോടരുൾ ചെയ്തു. നല്ല വീരന്മാർ വരുന്നതോ കാണടോ ചൊല്ലേണമെന്നോട് ഇവരേതാ ഗുണം എന്നതു കേട്ടു വിഭീഷണൻ രാഘവൻ തന്നോട് മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ബാണജാപത്തോടും ബാലാർക്ക കാന്തി പൂണ്ടാനക്കഴുത്തിൻ വരുന്നതകമ്പനൻ. സിംഹധ്വജം പൂണ്ട തേരിൽ കരയേറി സിംഹാപരാക്രമൻ. ബാണജാപത്തോടും വന്നവൻ ഇന്ദ്രജിത്താകിയ രാവണ നന്ദനൻ നമ്മെ മുന്നം ജയിച്ചാനവൻ. ആയോധനത്തിനു ബാണചാപങ്ങൾ പൂണ്ടായതമായൊരു തേരിൽ കരയേറി കായം വളർന്നു വിഭൂഷണം പൂണ്ടതി കായൻ വരുന്നതു രാവണൻ തന്മകൻ. പൊന്നണിഞ്ഞാന കഴുത്തിൽ വരുന്നവൻ ഉന്നതനേറ്റം മഹോദരൻ മന്നവാം. വാജിമേലേറിപ്പരിഖവം തിരിപ്പവൻ ആജി സുരേന്ദ്രൻ വിശാലൻ നരാന്തകൻ.
വെള്ളരുതിന്മുകളേറി ത്രിശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ തൃശിരസല്ലോ രാവണൻ തന്മകൻ മറ്റേതിനങ്ങേതു ദേവാന്തകൻ തേരിൽ വന്നത് മന്നവ. കുംഭകർണാത്മജൻ കുംഭനങ്ങേതവൻ തമ്പി നികുംബൻ പരിഖായുധനതുലോ. ദേവകുലാന്തകനാകിയ രാവണൻ ഏവരോടും നമ്മെ വെൽവാൻ പുറപ്പെട്ടു. ഇത്തം വിഭീഷണൻ ചെന്നത് കേട്ടതിനുത്തരം രാഘവൻ താനുമരുൾ ചെയ്തു. യുദ്ധേത് ശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവനെന്നു ഞാൻ എന്നരുളി ചെയ്തു നിന്നരുളും നേരം വന്ന പടയോട് ചൊന്നാൻ ദശാസ്യനും. എല്ലാവരും നാം ഒന്നിച്ചു പോന്നാലവർ ചെല്ലുമകത്തു കടന്ന ഒരു ഭാഗമേ പാർത്ത് ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊള്ളുവൻ നിങ്ങൾ ചെന്നു ലങ്കാപുരം. യുദ്ധത്തിനെന്നു ഞാൻ പോരും ഇവരോട് ശക്തിയില്ലായ്കയുമില്ലിതിന്നേതുമേ. ഏവം നിയോഗിച്ച നേരം നിശാചരരേവരും ചെന്ന് ലങ്കാപുരം മേവിനൻ. വൃന്ദാരകാരാതി രാവണൻ വാനര വൃന്ദത്തെ ഏത് തള്ളിവിട്ടിടിനാർ. വാനരേന്ദ്രന്മാർ അഭയം തരികെന്ന് മാനവേന്ദ്രൻ കാൽക്കൽ വീണിരന്നിടിനാൻ. വില്ലൻ ശരങ്ങളും ആശു കൈക്കൊണ്ടു കൗസല്യാതനേനും പോരിനൊരുമിച്ചാൻ. വൻപനായുള്ളോരിവനോട് പോരിന് മുന്നിൽ അടിയൻ അനുഗ്രഹം നൽകണം എന്ന് സൗമിത്രിയും ചെന്നിരുന്നിടിനാൻ. മന്നവൻ താനും അരുൾ ചെയ്ത് തന്നേരം വിത്രാരിയും പോരിൽ വിത്രസ്തനായി വരും നക്തഞ്ചന്ദ്രനോടേറ്റ അറിയ നീ. മായയുമുണ്ടു നിശാചരർക്കേറ്റവും ന്യായവുമില്ലവർക്ക് ആർക്കും ഒരിക്കലും. ചന്ദ്രചൂടപ്രിയനാകയുണ്ടവൻ ചന്ദ്രഹാസാഖ്യവാം വാളുമുണ്ടായുധം എല്ലാം നിരൂപിച്ചു ചിത്തം ഉറപ്പിച്ച് ചൊല്ലേണമല്ലോ. കലഹത്തിനെല്ലാം ശിക്ഷിച്ചരുൾ ചെയ്തയച്ചോരനന്തരം ലക്ഷ്മണനും തൊഴുതാശുവിൽ വാങ്ങിനാൻ. ജാനകി ചോരനെ കണ്ടോരു നേരത്തു വാനരനായകനാകിയ മാരുതി തീർത്ഥനന്ദനിൽ കുതിച്ചു വീണിടിനാൻ. ആർത്തനായി വന്നു നിശാചരനാഥനും ദക്ഷിണഹസ്തവും വാങ്ങിപ്പറഞ്ഞിതു രക്ഷോവരനോട് മാരുതപുത്രനും. നിർജ്ജരന്മാരെയും താപസന്മാരെയും സജ്ജനമായ മറ്റുള്ള ജനത്തെയും നിത്യം ഉപദ്രവിക്കുന്ന നിനക്ക് വന്നെത്തും ആപത്തു കവികുലത്താലിടും. നിന്നെ അടിച്ചു കൊള്ളുവാൻ വന്നു നിൽക്കുന്നോരെന്നെ ഒഴിച്ചുൾക്കോ വീരനെന്നാകിൽ നീ. വിക്രമമേറിയ നിന്നുടെ പുത്രനാം അക്ഷകുമാരനെ കൊന്നത് ഞാനടോ എന്ന് പറഞ്ഞൊന്നടിച്ചാൻ കവീന്ദ്രനും. നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും. പിന്നെ ഉണർന്നു ചെന്നാൻ ഇവിടേക്കിന്ന് വന്ന കവികളിൽ നല്ലനല്ലോ ഭവാൻ. നന്മയെന്തായത് എനിക്കിന്നിതുകൊണ്ട് നമ്മുടെ തല്ലുകൊണ്ടാൻ മറ്റൊരുവരും മൃത്യു വരാതെ ജീവിപ്പവരില്ലല്ലോ. മൃത്യു വന്നീല നിനക്കത് കൊണ്ടു ഞാൻ എത്രയും ദുർബലനെന്ന് വന്നു നമ്മിൽ ഇത്തിരി നേരം ഇന്നും പൊരുതിയിടണം എന്ന നേരത്ത് ഒന്നടിച്ചാൻ ദശാനനൻ പിന്നെ മോഹിച്ചു വീണാൻ കവിശ്രേഷ്ഠനും. നീലൻ അന്നേരം കുതികൊണ്ട് രാവണൻ മേലെ കരേറി കിരീടങ്ങൾ 10 വില്ലുതന്മേലും കൊടിമരത്തിന്മേലും ഉല്ലാസമോട് മകുടങ്ങൾ 10 ചാടിക്രമേണ നൃത്തം തുടങ്ങിനാൻ. പാടിത്തുടങ്ങിനാൻ നാരദനന്തത പാവകാസ്ത്രം കൊണ്ട് പാവകപുത്രനെ രാവണനെയ്തുടൻ തള്ളിവെട്ടിയിടിനാൻ. തക്ഷണേ കോപിച്ചു ലക്ഷ്മണൻ വേഗേന രക്ഷോവരനെ ചെറുത്താനതു നേരം ബാണഗണത്തെ വർഷിച്ചാരിരുവരും. കാണരുതാതെ ചമഞ്ഞിതു പോർക്കളം വില്ലു മുറിച്ചു കളഞ്ഞിതു ലക്ഷ്മണൻ. അല്ലൽ മുഴുത്തു നിന്നു ദശകണ്ഠനും പിന്നെ മയൻ കൊടുത്തോരു വേൽ സൗമിത്രി തന്നെ മാറിലം മാറു ചാട്ടിയിടിനാൻ. അസ്ത്രങ്ങൾ കൊണ്ട് തിടുക്കരുതാഞ്ഞ് സൗമിത്രിയും ശക്തിയേറ്റാശു വീണിടിനാൻ. ആടലായി വീണ കുമാരനെ ചെന്നെടുത്തിടുവാനാശു ഭാവിച്ചു ദശാനനൻ. കൈലാസശൈലമെടുത്ത ദശാസ്യനും ബാലശരീരമിളക്കരുതാഞ്ഞിതു രാഘവൻ തന്നോട് ഗൗരവമോർത്തതിൽ ആഹവം പൂണ്ടത് രാവണവീരനും. കണ്ടു നിൽക്കുന്നൊരു മാരുതപുത്രനും മണ്ടയണഞ്ഞൊന്നടിച്ചാൻ ദശാസ്യനെ. ചോരയും ഛർദ്ദിച്ചു തേരിൽ വീണാനവൻ മാരുതി താനും കുമാരനെ തൽക്ഷണേ പുഷ്പസമാനമെടുത്തുകൊണ്ടാദരാൽ പുരുഷൻ മുമ്പിൽ വെച്ചു വണങ്ങിനാൻ. മാറും വിരിഞ്ഞു ദശമുഖൻ കയ്യിൽ അമ്മാറുപൊക്കുമയതത്വമം ശക്തിയും ത്രൈലോക്യ നായകനാകിയ രാമനും പൗലസ്ത്യനോട് യുദ്ധം തുടങ്ങിനാൻ. ഗന്ധവാഹാത്മജൻ നന്ദിച്ചു ചൊല്ലിനാൻ. പങ്ക്തിമുഖനോട് യുദ്ധത്തിനെന്നുടെ ഖണ്ഡമേറിക്കൊണ്ടു നിന്നരുളിക്കൊള്ളുക കുണ്ടതയെന്നിയെ കൊൽക ദശാസ്യനെ. മാരുതി ചൊന്നത് കേട്ടു രഘുത്തമൻ ആരൂഹ്യതൽ ഖണ്ഡദേശെ വിളങ്ങിനാൻ. ചൊന്നാൻ ദശാനനൻ തന്നോട് രാഘവൻ നിന്നെ അടുത്തു കാൺമാൻ കൊതിച്ചേന്തുലോ
ഇന്നതിനാശയോഗം വന്നിതാകയാൽ നിന്നെയും നിന്നോടുകൂടെ വന്നവരെയും കൊന്നു ജഗത്രയം പാലിച്ചു കൊള്ളുവൻ എന്നുടെ മുൻപിലലക്ഷണം നില്ലു നീ എന്നരുൾ ചെയ്ത് ശസ്ത്രാസ്ത്രങ്ങൾ തൂകിനാൻ ഒന്നിനൊന്നൊപ്പമെയ്താൻ ദശഭക്തനും ഘോരമായി വന്നിതുപോലും അന്നേരത്ത് വാരാനിധി ഇളകി മറിയുന്നു മാരുതി തന്നെയും എയ്തു മുറിച്ചിതു ശൂരനായൊരു നിശാചരനായകൻ ശ്രീരാമദേവനും കോപം വഴുത്തതി ധീരതകൊണ്ടെടുത്തോരു സായകം രക്ഷോവരനുടെ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാനതിദ്രുതം ആലസ്യമായതു ബാണമേറ്റ നേരം പൗരസ്ത്യജാപവും വീണിതു ഭൂതലെ നക്തഞ്ചരാധിപനായ ദശാസ്യനും ശക്തിക്ഷയം കണ്ടു സത്വരം രാഘവൻ നേരും തേരും കൊടിയും കുടയും കുതിരയും ചാരുകിരീടവും കളഞ്ഞിടിനാൻ സാരഥി തന്നെയും കൊന്നു കളഞ്ഞളവ് ആരൂഢതാപേന നിന്ന് ദശാസ്യനും രാമനൻ രാവണൻ തന്നോട് അരുൾ ചെയ്ത രാമയം പാരം നിനക്കൊണ്ടു മാനസേ പോയാലും ഇന്ന് ഭയപ്പെടായി കേതുമേ നീ നിലങ്കയിൽ ചെന്നങ്ങിരുന്നാലും ആയുധവാഹനത്തോടൊരുമ്പെട്ടുകൊണ്ട് ആയോധനത്തിന് നാളെ വരേണം നീ കാകത്സവാക്കുകൾ കേട്ട് ഭയപ്പെട്ടു വേഗത്തിലങ്ങ് നടന്നു ദശാനനൻ രാഘവാസ്ത്രം തുടർന്നുണ്ടെന്നു രാകുലം പൂണ്ടു തിരഞ്ഞു നോക്കുതും ദേവതഗാത്രനായി മന്ദിരം പ്രാപിച്ചു താപമുണ്ടായത് ചിന്തിച്ചു മേവിനാൻ മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനരരാജനാമർക്കാത്മജനെയും രാവണ ബാണവിധാരിതന്മാരായ പാവകപുത്രാദിവാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു തന്നോട് സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനാൻ രാത്രിഞ്ചരേന്ദ്രൻ ഭൃത്യജനത്തോട് വേർത്തും നിജാർത്തികളോർത്തു ചൊല്ലിയിടൻ നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയും അർത്ഥപുരുഷകാരാദിയും നഷ്ടമായി വന്നു തുടങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം വേദാവുതാനും അനാരണ്യഭൂപനും വേദവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളകുബേരാദിയും എമ്പാരി മുമ്പനാ നിലംബവരന്മാരും കുംഭോത്ഭവാദികളായ മുനികളും ശംഭുപ്രണയിനിയാകിയ ദേവിയും പുഷ്ടതപോബലം പൂണ്ട് പതിവ്രത്യനിഷ്ഠയോടെ മരുവുന്നു സതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ മിഥ്യയായി വന്നുകൂടാ എന്ന് നിർണയം ചിന്തിച്ചു കാൺമിൻ നമുക്കിനിയും പുനരെന്തോന്ന് നല്ലോ ജയിച്ചു കൊള്ളുവാനഹോ കാലാര്യതുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി 6 മാസം കഴിഞ്ഞ് നീ ഉണർന്നിടുമാറിൽ ഉറങ്ങിത്തുടങ്ങിട്ടവനും ഇന്ന് 9 നാളെ കഴിഞ്ഞതുള്ളൂ നിങ്ങളോ അമ്പോടുണർത്തിയിടുവിൻ വെള്ളപ്രകാരം രാക്ഷസരാജ നിയോഗേന ചെന്നോ ഓരോ രാക്ഷസരെല്ലാം ഒരുമ്പെട്ടുണർത്തുവാൻ ആനകതുന്തുഭി മുഖ്യവാദ്യങ്ങളും ആനതേർക്കാലാൽ കുതിരപ്പടകളും കുംഭകർണോരസി പാഞ്ഞുമാർത്തും ജഗത് കമ്പം വരുത്തിനാര് എന്തൊരു വിസ്മയം കുംഭസഹസ്രം ജലം ചൊരിഞ്ഞിടിനൻ കുംഭകർണാശ്രവണാന്തരെ പിന്നെയും കുംഭീവരന്മാരെ കൊണ്ടു നാസാരന്ധ്ര സംഭൂതരോമം പിടിച്ചു വലിപ്പിച്ചും തുമ്പിക്കരമറ്റ അലറിയും ആനകൾ ജമ്പാരി വൈരിക്കു കമ്പമില്ലേതുമേ ദ്രുംഭാസമാരംഭമോടുമുണർത്തിതു സംഭ്രമിച്ചോടിനാരാശര വീരരും കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജമന്നവം കുന്നുപോലെ കണ്ടോരിമ്പം കലർന്നെഴുന്നേറ്റിരുന്നേടിന ദ്രവ്യങ്ങളാദിയായി മറ്റുപജീവന ദ്രവ്യമെല്ലാം ഭുജിച്ചാനന്ദചിത്തനായി ശുദ്ധാചമനവും ചെയ്തിരിക്കും ഇതോ ഭൃത്യജനങ്ങളും വന്നു വണങ്ങിനാൻ കാര്യങ്ങളെല്ലാം അറിയിച്ചും ഉണർത്തിയ കാരണവും കേട്ട് പങ്കു കണ്ടാനുജൻ എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവനെന്നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞാൻ അത് നേരം ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി വാട്ടം വരാതെ പോയിക്കൊള്ളുക നല്ലതും ഏവം മഹോദരൻ ചെന്നത് കേട്ടവർ രാവണൻ തന്നെയും ചെന്ന് വണങ്ങിനാൻ ഗാഠമായ ആലിംഗനം ചെയ്തിരുത്തിനാൻ ഊഢമോദം നിജ സോദരൻ തന്നെയും ചിത്തേ ധരിച്ചതിലോർക്ക നീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നടോ സോദര തന്നുടെ നാസാകുജങ്ങളെ ഛേദിച്ചതിന് ഞാൻ ജാനകീദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ട ആരാമസിംനി കൊണ്ടെന്നു വെച്ചിടിനൻ വാരിധി തന്നിൽ ചിറകെട്ടിക്കടന്നവൻ പോരിന് വാനരസേനയുമായി വന്നു കൊന്നാൻ പ്രഹസ്താദികളെ പലരെയും എന്നെയും എയ്തു മുറിച്ചാൻ ജിതശ്രമം
കൊല്ലാതെ കൊന്നയച്ചാനത് കാരണമല്ലൽ മുഴുത്തു ഞാൻ നിന്നെ ഉണർത്തിനൻ. മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേ എന്നത് കേട്ടു ചെന്നാൻ കുംഭകർണനും. നന്നെത്രയും നല്ലതേ നെല്ലുകൾ, നല്ലതും തീയതും താൻ അറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ. നല്ലവണ്ണം കേട്ടുകൊള്ളുകലും നന്നതല്ലാതവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു. സീതയെ രാമന് നൽകുന്നിങ്ങനെ സോദരൻ ചൊന്നാൻ അതിന് കോപിച്ചു നീ ആട്ടിക്കളഞ്ഞത് നന്നോർത്തുവാൻ നാട്ടിൽ നിന്ന് ആശു വാങ്ങി ഗുണമൊക്കവേ. നല്ലവണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാമതുകൊണ്ടതും കുറ്റമല്ലടോ. നല്ലതൊരുത്തരാലും വരുത്താവതല്ലൽ വരുത്തും ആപത്തണയുന്ന നാൾ. കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും അർത്ഥപുരുഷകാരാദി ഭേദങ്ങളും 4 ഉപായങ്ങളും 6 നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു പദ്യം പറയുമാത്യനുമുണ്ടെങ്കിലോ ഭർത്തൃസൗഖ്യം വരും കീർത്തിയും വർദ്ധിക്കും. ഇങ്ങനെയുള്ളോരമാത്യധർമ്മം വെടിഞ്ഞ് എങ്ങനെ രാജാവിനിഷ്ടമെന്നാലതും കർണസുഖം വരുമാറും പറഞ്ഞുകൊണ്ടന്വഹമാത്മാഭിമാനവും ഭാവിച്ച് മൂലവിനാശം വരുമാറു നിത്യവും മൂഢരായുള്ളോരമാത്യ ജനങ്ങളിൽ നല്ലത് കാകോളമെന്നത് ചൊല്ലുവോരല്ലൽ വിഷമുണ്ടവർക്കെന്നില്ലയോ. മൂഢരാ മന്ത്രികൾ ചൊല്ലു കേട്ടിടുകൾ നാടും ആയുസ്സും കുലവും നശിച്ചുവും നാദഭേദം കേട്ടു മോഹിച്ചു ചെന്നു ചേർന്ന് ആദിമുഴുത്തും എരിക്കും മൃഗകുലം. അഗ്നിയെ കണ്ടു മോഹിച്ച് ശലഭങ്ങൾ മഗ്ധരായ അഗ്നിയിൽ വീണു മരിക്കുന്നു. മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്ന് അത്തൽപ്പെടുന്നു വെളിച്ചം ഗ്രഹിക്കയാൽ. ആഗ്രഹമൊന്നിങ്കലേറിയാൽ ആപത്ത് പോക്കുവാനാവതല്ലാതവണ്ണം വരും. നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനും ഉന്മൂലനാശം വരുത്തുവാനല്ലല്ലോ. ജാനകതനിലൊരാശയുണ്ടായതു ഞാൻ അറിഞ്ഞേനത് രാത്രിഞ്ചരാധിപ ഇന്ദ്രിയങ്ങൾക്കു വശനായിരിപ്പവൻ എന്നും ആപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം. ഇന്ദ്രിയഗ്രാമം ജയിച്ചിരിക്കുന്നവൻ ഒന്നുകൊണ്ടും വരാനൂനമാപത്തുകൾ നല്ലതല്ലെന്നറിഞ്ഞിരിക്കബലാൽ ചെല്ലും ഒന്നിങ്കലൊരുത്തൻ അഭിരുചി പൂർവജന്മാർജിത വാസനയാൽ അതേനാവതല്ലേതും അതിൻ വശനായി വരും. എന്നാൽ അതിങ്കൽ നിന്നാശു മനസ്സിനെ തന്നെ ശാസ്ത്ര വിവേകോപദേശങ്ങൾ കൊണ്ട് വിധേയമാക്കിക്കൊണ്ടിരിപ്പവനുണ്ടോ ജഗത്തിങ്കൽ ആരാനുമോർക്ക നീ. മുന്നം വിചാരകാലേ ഞാൻ ഭവാനോട് തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ഫലം. ഇപ്പോൾ ഉപഗമമായി വന്നതീശ്വര കൽപ്പിതമാർക്കും തടുക്കാവതല്ലോ. മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ നാനാജഗന്മയൻ നാരായണൻ പരൻ. സീതയാകുന്നത് യോഗമായ ദേവിചേതസി ധരിച്ചിടുകന്നിങ്ങനെ നിന്നോട് തന്നെ പറഞ്ഞു തന്നീലയോ. മന്നവാ മുന്നമേ എന്തോരാഞ്ഞതും ഞാൻ ഒരുൾ നാൾ വിശാലയ യഥാസുഖം കാനനാന്തേ നരനാരായണാശ്രമം വാഴുന്ന നേരത്ത് നാരദനെ പരിദോഷേണ കണ്ടു നമസ്കരിച്ചിടൻ ഏതൊരു ദിക്കിൽ നിന്നാഗതനായതെന്ന് ആദരവോടരുൾ ചെയ്യുക മഹാമുനെ. എന്തൊരു വൃത്താന്തമുള്ളൂ ജഗത്തിങ്കൽ അന്തരം കൂടാതരുൾ ചെയ്യുക എന്നെല്ലാം ചോദിച്ച നേരത്ത് നാരദൻ എന്നോ സാദരം ചൊന്നാനുദന്തങ്ങളൊക്കവേ. രാവണപീഡിതന്മാരായി ചമഞ്ഞോരു ദേവകളും മുനിമാരും ഒരുമിച്ച് ദേവദേശനാം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേ. ത്രൈലോക്യ കണ്ടകനാകിയ രാവണൻ പൗലസ്ത്യപുത്രൻ അതീവ ദുഷ്ടൻ ഖലൻ ഞങ്ങളെയെല്ലാം ഉപദ്രവിച്ചിടുന്നിത് എങ്ങുമിരിക്കരുതാതെ ചമഞ്ഞിതും മർത്യനാലെന്നിയെ മൃത്യുവില്ലെന്നത് മുക്തം വിരിഞ്ചനാൽ മുന്നമേ കൽപ്പിതം. മർത്യനായി തന്നെ പിറന്നു ഭവാനിനെ സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ. യുദ്ധമുണർത്തിച്ച നേരം മുകുന്ദനും ചിത്രകാരുണ്യം കലർന്നരുളി ചെയ്തു. പൃഥ്വിയിൽ ഞാൻ അയോധ്യയാം ദശരഥപുത്രനായി വന്ന് പിറന്നിന് സത്വരം നക്തഞ്ചരാധിപൻ തന്നെയും നിഗ്രഹിച്ച് അത്തൽ തീർന്നിടുവൻ ഇത്രിലോകത്തിങ്കൽ. സത്യസങ്കൽപ്പനാമീശ്വരൻ തന്നെ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെല്ലാം ഒടുക്കും അവനിനി മംഗളം വന്നുകൂടും ജഗത്തിങ്കലും എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി. നന്നായി നിരൂപിച്ചു കൊള്ളുക നീ മാനസേ. രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളൻ ഇന്ദീവരതള ശ്യാമളൻ മായ മാനുഷ്യവേഷം പൂണ്ട രാമനെ കായേന വാച മനസാ ഭജിക്ക നീ.
ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ. ഭക്തിയല്ലോ മഹാജ്ഞാനമതാവിടോ, ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി. ഭക്തിഹീനന്മാർക്ക് കർമ്മവും നിഷ്ഫലം. സംഖ്യയില്ലാതോളമുണ്ടവതാരങ്ങൾ പങ്കജനേത്രനാം വിഷ്ണുവിനെങ്കിലും. സംഖ്യാപതാമതം ചൊല്ലുവൻ നിന്നുടെ ശങ്കയെല്ലാം അകലക്കളഞ്ഞിടുവാൻ. രാമാവതാര സമമല്ലതെന്നുമേ നാമജപത്തിനാലേവരും മോക്ഷവും. ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മാനുഷാകാരനൻ രാമനാകുന്നതും. താരകബ്രഹ്മം എന്നത്രേ ചൊല്ലുന്നതും. ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. രാമനെ തന്നെ ഭജിച്ച് വിദ്വജ്ഞന ആമയം നൽകുന്ന സംസാരസാഗരം ലംഘിച്ചു രാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർന്നുകൊള്ളുന്നതു സന്തതം. ശുദ്ധ തത്വന്മാർ നിരന്തരം രാമനെ ചിത്താംബുജത്തിങ്കൽ നിത്യവും ധ്യാനിച്ചു. തച്ചരിത്രങ്ങളും ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ചാത്മാനമാത്മനാ കണ്ടുകണ്ട് അച്യുതനോടു സായുജ്യവും പ്രാപിച്ചു. നിശ്ചലാനന്ദേ ലയിക്കും നിതന്വഹം. മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചു കൊള്ളുകാനന്ദമൂർത്തിയെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. ഓം ശ്രീരാമചന്ദ്രായ തേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.